നമ്മുടെ ഫർഹാൻ അക്തറിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് 120 ബഹദൂർ. നമ്മളിതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തിരുന്നു. സോ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഇത് ആക്ച്വലി റിയൽ ലൈഫ് സ്റ്റോറിയാണ് അല്ലേ? वो दिन थे जब भारत ने चीन को सिर्फ अपना पड़ोसी नहीं अपना भाई माना था, लेकिन 1962 को पता चला कि ये भाईचारे की भावना दोनों तरफ नहीं थी. ये हमला एक विश्वासघात था. भारत माता की जय. शादी कंपनी में आपका कंपनी कमांडर मेजर शैतान सिंह भाटी बोल रहा हूँ. आज रात एक बहुत बड़ा तूफान हमारी तरफ आने वाला है. चीनी फौजों का. तुम सब किसान के बेटे हो. जमीन के लिए लड़ना तुम सबके खून में. और इस बार बात जमीन की नहीं, हमारे सर जमीन की है. सर एक आधा जैकेट मिल जाता तो अपना पहला चीज फौजी माँ और उसी जैकेट लिया. कल जब सरहद पर दुश्मन काशी है. हाँ. सर ऊंचा करके सबको कहेंगे कि हमें सच्चे देशभक्त की पीढ़ी है. आपने कभी किसी की जान ली है? अहीर है हम. कोई प्यार से मांगेगा तो जान भी दे देंगे. और जब बात देश पे आई 100 की जान ले भी लेंगे. 3000 चीनी रसांगला की तरफ बढ़ रहे हैं. सर वहां हमारे सिर्फ 120 जवान प्रतिशत है. अगर आज हम पीछे हट गए तो वो कल तक त्रिशूल और कुछ दिनों में कश्मीर तक पहुंच जाएंगे. मैं लड़े मेरा हाथ नहीं मांगा जाता. कबीर क्या कहता है? नहीं लड़ेंगे, नहीं मारेंगे. आखिरी सांस तक, आखिरी गोली तक. ഇരുപത്തൊന്നാം തീയതിയാണ്. चीन हमारे घर में घुसा है और उसे रोकना हमारे हाथ में. एक होकर आज धरती लहू पुकार रही है. सींच दो उसे दुश्मन के खून से. उसके लिए क्या जरूरी है? तैयार हो. റാസി പഴയ ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു മിനി സീരീസ് ഉണ്ടായിരുന്നു. അതിനകത്തൊരു ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സ് നടന്നു വരുന്ന ഒരു ഷോ അതുപോലെ എനിക്കൊന്ന് അതിൻ്റെ പോസ്റ്ററിലൊക്കെ ഷോ ഉണ്ടാകും. അതെ. ഇതിപ്പോൾ ഈ ഇതിന്റെ ഈ 3000 ചൈനീസ് സോൾജേഴ്സിനെതിരെ 120 ബഹദൂർ. ഈ നമ്പേഴ്സിൽ പല റെക്കോർഡ്സിലും പല വേരിയേഷൻസ് ഉണ്ട്. 120 to 150 പറയുന്നുണ്ട്, 700 to 3000 എന്നും പറയുന്നുണ്ട്. അപ്പോൾ എനിക്കന്ന് ആ യുദ്ധം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാന്ന് തോന്നുന്നു. അതെ അതെ. ഇടയ്ക്ക് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇവരുടെ ബാക്ക് സ്റ്റോറി ഒക്കെ വരും തോന്നുന്നു. നമ്മളിപ്പോൾ ഈ ടൈപ്പ് മറ്റേ കേസരി ഉണ്ടല്ലോ, നമ്മൾ ടീസർ റിയാക്ഷൻ പറഞ്ഞാൽ തോന്നുന്നു. കേസരിയുടെ കഥയിലും ഇതേ എലമെന്റ് അല്ലേ? അവർ കുറച്ച് പേരും ഓപ്പോസിറ്റിൽ ഒരുപാട് പേരും തമ്മിൽ ഫൈറ്റ് ചെയ്തിരുന്നു. മറന്നു ഞാൻ ആ പടം അന്ന് ഇറങ്ങിയ സമയത്ത് 300-ലെ അണ്ടർ ഡോഗ് സ്റ്റോറി പോലെ. അതെ. പക്ഷെ ഇത് കണ്ടിടത്തോളം കുറച്ചധികം മറ്റേ ജിങ്കോയിസം എന്ന് പറയത്തില്ല, അതായത് ഒരു ഓവർ നാഷണലിസം ആ ലൈൻ ഡയലോഗുകളാണ് കുറച്ച്. ഇപ്പോൾ ഈ ട്രെയിലറിൽ അവർ കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത് അങ്ങനെയാണോ എന്നറിയില്ല, കുറച്ചധികം ഇമോഷണലി ചാർജ്ഡ് ആണ്. അതായിരിക്കും പടത്തിൻ്റെ ലൈൻ, കുറച്ച് ഇമോഷണലി ചാർജ്ഡ് ഭാരതം എന്നുള്ള ലൈൻ ആയിരിക്കാം. ഓഡിയൻസിനെ കുറച്ചുകൂടെ എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഈ അടുത്തിടയ്ക്ക് നമ്മൾ വേറൊരു വാർ സിനിമയുടെ കൂടെ ഒരു ടാങ്കിൻ്റെ ഇത് നമ്മുടെ ശ്രീറാണാമരെ കിസ്. അതെ, എനിക്കൊന്ന് അതിൽ കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു മേക്കിങ്ങിൽ. ഇത് കുറച്ചുകൂടെ ഒരു ചാവയുടെ ഒക്കെ ഒരു ഇമോഷണൽ മീറ്റർ, അതായത് നമുക്ക് മറ്റേ കിട്ടണം സാധനം. അതായത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു അഡ്രിനാലിൻ റഷ് കൊടുക്കാനില്ല, അവരെ ഒന്ന് ഇമോഷണലി ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് ഇവർ കൂടുതൽ ഇമോഷനാണ്, ആ ഇൻസിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിലുപരി ആ ഇമോഷൻ നമുക്ക് കിട്ടണം എന്നുള്ള ലൈൻ ഓഫ് ഫിൽം മേക്കിംഗ് ഞാൻ തോന്നുന്നു. അതും ചൈനക്കാരെ കാണിക്കുമ്പോഴൊക്കെ കുറച്ചൊരു കാരിക്കേച്ചർ ആയിരിക്കും. അപ്പം അതെ അതെ അത് തന്നെ അവരുടെ പിന്നെ ഈ പ്രശ്നം അവരുടെ ആക്ടിങ് ആയിരിക്കും. ആക്ടിങ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഈ കുറച്ച് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ ഫോറിനേഴ്സ് വന്ന് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു യൂഷ്വൽ. അതേ എനിക്കൊന്ന് 2 ഷോട്ട് എന്തോ ഉള്ളു. അതെ, അവരെ ആരും കാണിക്കുന്നില്ല, ബാക്കി മരിക്കാനുള്ളവരെല്ലാവരും.
ഇപ്പം നമുക്ക് ഈ എനിക്കെപ്പോഴും ടോപ്പ് ഗൺ കണ്ടപ്പോൾ തോന്നിയ സംഭവമാണ്. അതായത് അവരെ ഓപ്പോസിറ്റുള്ള ആളെ കാണിക്കത്തില്ല. നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കഥ മാത്രമേ അറിയത്തുള്ളൂ. ഓപ്പോസിറ്റുകാരുടെ സ്റ്റോറി അവരെ അതായത് നമ്മുടെ സിറ്റുവേഷൻ ഇതാണെന്ന് പറയുന്നതിന് പകരം അവരെ ഇങ്ങനെ കൊടൂര ഇവരുടെ ഓരോ ഡയലോഗിലും നിങ്ങൾ എത്ര പേരെ കൊല്ലും അങ്ങനെ കുറച്ചധികം എന്താ പറയുക ഒരു വെറുപ്പിൻ്റെ ലൈൻ ഓഫ് ഡയലോഗ് എനിക്ക് അത്ര വർക്കാവില്ല. അതല്ലാതെ നമ്മൾ ഈ സിറ്റുവേഷനിലെത്തി നമ്മളെ അവർ അറ്റാക്ക് ചെയ്യുന്നു, നമ്മൾ ഡിഫെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ആരാണേലും, ഇപ്പോൾ ചൈനക്കാരാണേലും പാകിസ്ഥാനികളാണെങ്കിലും ആരാണേലും നമ്മൾ ഡിഫെൻഡ് ചെയ്യണം നമ്മുടെ രാജ്യത്ത് എന്നുള്ള ലൈൻ ഓക്കെയാണ്. ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്തെ വരെ കുറിച്ചൊരു 10 ഡയലോഗും അവരെ വെറുക്കണം, അവരെ വെറുപ്പിച്ചിട്ട് അവരെ കൊന്നേ വരത്തുള്ളൂ. അവർ ആ ലൈൻ ഓഫ് ഡയലോഗ് വരുമ്പോഴത്തേക്ക് അത് ഇന്നത്തെ ആളുകളും അതേ ഇമോഷണലി എടുത്താലേ സിനിമ കുറച്ച് ദിവസം മനസ്സിൽ കണ്ടു കിടക്കുന്ന ആളുകളാണല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് എടുത്തില്ലെങ്കിൽ വലിയ സീനില്ല. കുറച്ച് വെൽ മെയ്ഡുമാണിത്, കണ്ടിട്ട് ടെക്നിക്കലി കുറച്ച് പ്രൊഫഷൻ ഫിലിമിംഗ്. അതും ഫർഹാൻ അക്തർ ആക്ച്വലി ഭയങ്കര സെലക്റ്റീവായിട്ട് പണം ചെയ്യുന്ന ഒരാളാണ്. അതെ അതെ, പുള്ളി ഭയങ്കര ഗ്യാപ്പുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല ഗ്യാപ്പ്. കഴിഞ്ഞ പടം വർക്കായാലും മറ്റേ ബോക്സിങ്ങിന്റെ അത് രാകേഷ് ഓംപ്രകാശ് നായരുടെ പടം. കുറച്ചധികം കഷ്ടപ്പെട്ട പുള്ളി. പക്ഷേ അപ്പം നോക്കാം, ഈ സിനിമ 21 റിലീസാണ്. സോ ഇവിടെ ഇല്ല ഇവിടെ വലിയ അനക്കമൊന്നും ഇല്ലാത്ത പരിപാടിയാണ്. നമ്മുടെ ആലപ്പുഴ റിലീസാണ്, അതോ കാണത്തില്ല, ചാൻസ് കുറവാണ്.